ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. മോദി സർക്കാരിൻ്റെ മൂന്നാമത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. മൂന്നാമത്തേതാണെങ്കിലും സാങ്കേതികമായി രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇത്. ഏതായാലും ആ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്തൊക്കെയാണ് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് നൽകുന്നതെന്ന് നോക്കാം. 10% യാത്രാക്കൂലി ഇത്തവണ ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ആ നിലയ്ക്കുള്ള വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ യാത്രാക്കൂലിയിൽ വർധന ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഇടയ്ക്ക് ഉയർന്ന ക്ലാസ്സുകളിലെ യാത്രാക്കൂലി വർധനവ് ഉണ്ടാക്കുകയുണ്ടായി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇരട്ടി വിലയാക്കി മാറ്റിയിരുന്നു. എന്നിട്ടും 10% യാത്രാക്കൂലി കൂട്ടിയാൽ മാത്രമേ റെയിൽവേയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് ഇത്തവണ യാത്രാക്കൂലി കൂടും എന്ന പ്രതീക്ഷയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. എങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന പശ്ചാത്തലമായിരിക്കണം. ഏതായാലും ഇത്തവണ യാത്രാക്കൂലി, ചരക്ക് കൂലി എന്നിവയിൽ വർധനവില്ല. അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലർ ബജറ്റ് എന്ന് ഇതിനെ വിളിക്കാവുന്നതാണ്. യാത്ര, ചരക്ക് കൂലി വർധനവില്ല. അതുകൊണ്ട് തന്നെ യാത്ര, തീവണ്ടി യാത്ര ക്ഷേമയാത്രയായി മാറും എന്ന് മലയാള മനോരമ നിരീക്ഷിക്കുന്നു. അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ യാത്ര, ചരക്ക് കൂലി വർധനവില്ല, ക്ഷേമയാത്രയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ട്രെയിനുകളുടെ വേഗം ഗണ്യമായി വർദ്ധിപ്പിക്കും. ദില്ലിയിൽ നിന്ന് ഈ ബജറ്റിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച് തോമസ് ഡൊമിനിക്ക് എഴുതുന്നത് കാണുക. യാത്രാക്കൂലിയും ചരക്ക് കൂലിയും കൂട്ടാതെ പുതിയ ട്രെയിനും പാതയും പദ്ധതിയും ഇല്ലാതെ മന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ റെയിൽവേ ബജറ്റ്. നിരക്ക് വർധനയില്ലാത്ത ബജറ്റ് ജനപ്രിയം തന്നെ. പുതിയ ട്രെയിനുകളും പദ്ധതികളും ഇല്ലാത്തതുകൊണ്ട് അത് നിരാശാജനകവുമാണ്. അങ്ങനെ അതിൻ്റെ രണ്ട് വശങ്ങളും മനോരമ വിശദീകരിക്കുന്നു. കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച വരുമാനത്തിൽ 15,000 കോടിയോളം രൂപയുടെ കുറവാണുണ്ടായത്. ഇത് സഭയിൽ പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്ന് മന്ത്രി പ്രസംഗത്തിൻ്റെ അനുബന്ധത്തിലാണ് കണക്കുകൾ ചേർത്തത്. റെയിൽവേ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങുന്നതിനിടെ പൊതു സ്വകാര്യ പങ്കാളിത്തം സംസ്ഥാനങ്ങളുമായി ചേർന്ന് സംയുക്ത സംരംഭം, വായ്പകൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമമാണ് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനോരമ ഈ റെയിൽവേ ബജറ്റുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ പറയുന്നു. റെയിൽവേ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ, ദി സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത് എന്തൊക്കെ? മനോരമ പറയുന്നത് കാണുക. യാത്രക്കൂലി, ചരക്ക് കൂലിയിൽ വർധനവില്ല, നേരത്തെ അത് സൂചിപ്പിച്ചു. സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ റിസർവേഷനില്ലാത്ത ദീർഘദൂര അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റുകൾ, അതിൻ്റെ റൂട്ടുകൾ പിന്നീട് പ്രഖ്യാപിക്കും. പുതിയ വണ്ടി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദീർഘദൂര ട്രെയിനുകളിൽ റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാൻ ഓരോ ട്രെയിനിലും 2 മുതൽ 4 വരെ ദീൻ ദയാലു കോച്ചുകൾ. ഇവയിൽ ശുദ്ധജലവും കൂടുതൽ മൊബൈൽ ചാർജിംഗ് പോയിൻറ്റുകളും ഉണ്ടാവും. കൂടുതൽ നിരക്ക് ഈടാക്കി കൂടുതൽ സൗകര്യങ്ങളുള്ള ട്രെയിനുകൾ ഹംസഫറും തേജസ്സും തേർഡ് AC കോച്ചുകളായിരിക്കും. ഹംസഫറിൽ തേജസ് 130 കിലോമീറ്റർ വേഗത്തിലോടുന്ന ആധുനിക ട്രെയിനായിരിക്കും. തിരക്കുള്ള റൂട്ടുകളിൽ ഉത്കൃഷ്ട ഡബിൾ ഡെക്കർ ട്രെയിനുകൾ. ഇങ്ങനെ വിവിധ തരം കാര്യങ്ങളിലൂടെ യാത്ര സുഗമമാക്കാൻ, ക്ഷേമയാത്രയാക്കി മാറ്റാൻ പുതിയ പുതിയ സാധ്യതകൾ തേടുന്നുണ്ട് റെയിൽവേ മന്ത്രി. സുരക്ഷ ലക്ഷ്യമിട്ട് സ്ത്രീകളുടെ കോച്ച് മധ്യഭാഗത്തേക്ക് മാറ്റി. കുട്ടികൾക്കുള്ള ഭക്ഷണം ട്രെയിനുകളിൽ ലഭ്യമാക്കും. ശുചിമുറികളിൽ കുട്ടികളെ കിടത്തി വസ്ത്രം മാറ്റുന്നതിന് സംവിധാനം എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായൊരു നിലപാടാണ്. എത്ര നടക്കും എന്ന് കണ്ടറിയാം. റെയിൽവേ പോർട്ടർമാരുടെ പേര് പോർട്ടർ, കൂലി എന്നീ വാക്കുകൾ മാറ്റി സഹായിക്കുന്നയാൾ എന്നാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ വർഷങ്ങളായി, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി കൂലി എന്ന് വിളിക്കപ്പെട്ടിരുന്ന പോർട്ടർ എന്ന് സ്വതന്ത്ര ഇന്ത്യ വിളിച്ചിരുന്ന ആളുകൾ ഇനി സഹായക് എന്നായിരിക്കും വിളിക്കുക. ആ നിലയ്ക്കുള്ള പ്രധാനപ്പെട്ട വശങ്ങളാണ് ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങളാണ് മനോരമ ഒരു വശത്ത് തരുന്നതെങ്കിൽ
മറുവശത്ത് കേരളത്തിന് എന്താണ് കിട്ടിയത്? കേരളത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമാണ്. ലഭ്യതയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് 1050 കോടി രൂപയുടെ സഹായമാണ് ലഭിച്ചിട്ടുള്ളത്. ജോമി തോമസ് അത് തരുന്നത് കാണുക. കേരളത്തിന് പ്രതീക്ഷയും നിരാശയും ഒരേപോലെ നൽകുന്നതാണ് റെയിൽവേ ബജറ്റ്. ആകെ അനുവദിച്ച തുക കഴിഞ്ഞ വർഷത്തെ 1098 കോടിയേക്കാൾ കുറവാണ്, 1050 കോടി രൂപ. പക്ഷേ ഇത്തവണ ബജറ്റിന് പുറമേയുള്ള തുക കൂടി ചേരുമ്പോൾ 2000 കോടിയോളം വരുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു. പാത ഇരട്ടിപ്പിക്കലിന് 785 കോടിയോളം രൂപയാണ് വകയിരുത്തൽ. ലെവൽ ക്രോസിങ്ങുകളുടെ നിർമ്മാണത്തിന് 70 കോടിയിൽ ഏറെ നൽകിയിരിക്കുന്നുണ്ടോ? ഏതായാലും ആനയെയാണ് ചോദിച്ചത്, പക്ഷേ ആനവാൽ പോലും തരുന്നില്ല എന്ന നിലയ്ക്ക് ശിവയുടെ ഒരു കാർട്ടൂൺ അടക്കം കേരളത്തിന് നൽകിയിരിക്കുന്ന നാമമാത്രമായ 1050 കോടിയുടെ ഒരു നിരാശത പ്രകാശിപ്പിക്കുന്നു മലയാള മനോരമ ഈ ബജറ്റുമായി ബന്ധിപ്പിച്ച, റെയിൽവേ ബജറ്റുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ. JNU വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇപ്പോഴെന്താണ്? പാട്യാല കോടതിയിൽ അഭിഭാഷകർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ JNUവിലെ ആക്ഷേപങ്ങൾക്ക്, രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്തു എന്ന നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾക്ക് ശരവ്യമായ JNU വിദ്യാർത്ഥികൾ എവിടെ കഴിയുന്നു, എങ്ങനെയൊക്കെ കഴിയുന്നു? കനയ്യകുമാർ റിമാൻഡിലാണ്, തിഹാർ ജയിലിലാണ് കഴിയുന്നതെന്ന് നമുക്കറിയാം. ബാക്കി 5 വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? ദീപിക പൊതുവിശേഷം പേജിൽ ആ വാർത്ത തരുന്നത് കാണുക. JNU വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു 5 പേർ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥികളായ ഉമർ ഖാലിദിനെയും അനിൽ ബെൻ ഭട്ടാചാര്യയെയും മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇവരെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതിനിടെ ചോദ്യം ചെയ്യലിനോ അറസ്റ്റിനോ സമ്മതമാണെന്ന് കാണിച്ച് പോലീസ് അന്വേഷിക്കുന്ന സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി രാമനാഗ, അശുതോഷ് കുമാർ, അനന്തപ്രകാശ് എന്നിവർ പോലീസിന് കത്തയച്ചു. ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങളും ഇവർ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 5 പേരും പോലീസിന് കീഴടങ്ങാൻ സന്നദ്ധരാണ്. 2 പേർ പോലീസ് കസ്റ്റഡിയിലാണ്, ഒരാൾ ജയിലിലാണ്. ആകെയുള്ള 6 പേരിൽ ബാക്കി 3 പേർ കീഴടങ്ങാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ പ്രശ്നത്തിലുള്ള സന്നിഗ്ധത പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. ആ അർത്ഥത്തിലാണ് JNUവിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയെങ്കിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 ആളുകൾ, ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉമർ ഖാലിദ്, അനിൽ ബെൻ ഭട്ടാചാര്യ എന്നീ 2 ആളുകളെ സംബന്ധിച്ച് ഇന്നലെ ജന്മഭൂമി എന്ന സംഘപരിവാര പത്രത്തിൻ്റെ 1-ാം പേജിൽ ലീഡ് വാർത്തയായി കൗതുകകരമായൊരു വാർത്ത വന്നു. കാണുക, JNU അറസ്റ്റിലായവർ കുറ്റം സമ്മതിച്ചു എന്നാണ് ജന്മഭൂമി ദീർഘനിശ്വാസത്തോടെ ആശ്വസിക്കുന്നത്. എന്താണ് അവരിൽ ആരോപിച്ച കുറ്റം? രാജ്യദ്രോഹമാണ് ആരോപിച്ച കുറ്റം. അത് ഇരുവരും സമ്മതിച്ചു. ഉമർ ഖാലിദും അനിൽ ബെൻ ഭട്ടാചാര്യയും അത് സമ്മതിച്ചു എന്ന് ഇന്നലെ ജന്മഭൂമി ലീഡ് വാർത്ത തന്നിരിക്കുന്ന പത്രമാണ് നിങ്ങൾ കാണുന്നത്, ഇന്നലത്തെ പത്രമാണ്. എന്നാൽ ഇതേ സമ്മതിച്ചതിൻ്റെ വിശദവിവരം ഇന്നലെ പറയുന്നത് കാണുക. ജന്മഭൂമി: രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായ JNU വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ഇരുവരെയും 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇനി എന്താണ് ആ കുറ്റം? അത് കാണുക. പാർലമെൻറ്റ് ആക്രമണ കേസിൽ രാജ്യം തൂക്കിലേറ്റിയ കൊടും പാക് ഭീകരനായ രാജ്യദ്രോഹി അഫ്സൽ ഗുരുവിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു എന്ന് JNUവിലെ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ നേതാവ് ഉമർ ഖാലിദ് സമ്മതിച്ചു. അഫ്സൽ ഗുരു പ്രശ്നം തൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത ഒന്നാണെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായും പോലീസ് വെളിപ്പെടുത്തി. അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചതിൽ പങ്കുണ്ട് എന്നും ഇയാൾ സമ്മതിച്ചു. ഇതൊക്കെയാണ് സമ്മതിച്ച കാര്യം. ഇതൊക്കെയാണ് ഭംഗ്യന്തരേണ രാജ്യദ്രോഹം എന്ന് വിവക്ഷിക്കുന്നത് ജന്മഭൂമി. രാജ്യദ്രോഹം എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകാശനം രാജ്യദ്രോഹമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുമ്പോൾ ഈ അഭിപ്രായ പ്രകാശനത്തെയാണ് രാജ്യദ്രോഹമായി പോലീസ് കണക്കാക്കുന്നത്. ബസിയുടെ പോലീസ്
ഏകദേശം അതേ നിലപാടാണ് തൊപ്പി വയ്ക്കാത്ത പത്രമായ ജന്മഭൂമിയും കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. എന്താണ് ഉമർ ഖാലിദ് സമ്മതിച്ചത് അഫ്സൽ ഗുരുവിനെ താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല ഇന്ത്യൻ കോടതികളിൽ നിന്ന്. ഇത്തരമൊരു നിലപാടാണ് ഉമർ ഖാലിദ് എടുത്തതായി സംഘപരിവാര പത്രമായ ജന്മഭൂമി പോലും പറയുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മുൻ മന്ത്രി ചിദംബരം ഇത് തന്നെയാണ് പറഞ്ഞത്. അഫ്സൽ ഗുരുവിന് നീതിയുക്തമായൊരു വിചാരണയും അതുപോലെ വിധിയും കിട്ടിയെന്ന് കരുതാനാവില്ല. അതുകൊണ്ടും തീർന്നില്ല. അഫ്സൽ ഗുരുവിനെ പാർലമെൻറ്റ് ആക്രമണ കേസിൽ പ്രതി ചേർത്തത് ന്യായീകരിക്കത്തക്കതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് പറഞ്ഞത് മുൻ മന്ത്രി ചിദംബരമാണ്. ഇന്നലെ പറഞ്ഞു, ഇന്ന് വാർത്തകൾ വന്നിരിക്കുന്നു. അതായത് ഉമർ ഖാലിദ് എന്തു പറഞ്ഞുവോ അത് തന്നെ ചിദംബരം അടുത്ത ദിവസം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചിദംബരം ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിധേയനാകാൻ സാധ്യതയുള്ള ഒരാളായി തീരുമോ? ഏതായാലും കനയ്യകുമാർ രാജ്യദ്രോഹിയായത് അഫ്സൽ ഗുരുവിന് അനുകൂലമായ മുദ്രാവാക്യം വിളി കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാതെ നിശബ്ദനായി നിന്നു എന്ന തെറ്റാണ് കനയ്യകുമാർ ചെയ്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. മുദ്രാവാക്യം വിളി മുഴങ്ങി, അതിനോട് പ്രതിഷേധിച്ചില്ല, കേട്ടുകൊണ്ടു നിന്നു. ഇനിയിപ്പോൾ ചിദംബരത്തിൻ്റെ ഈ നിലപാട് വായിക്കുന്ന ആളുകൾ പോലും ഈ യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം രാജ്യദ്രോഹികളായി തീരും ഞാനും നിങ്ങളുമൊക്കെ എന്നു വേണം അനുമാനിക്കാൻ. ഏതായാലും ചിദംബരം എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. മലയാള മനോരമ വർത്തമാനം പുറത്ത് തരുന്നുണ്ട്. അഫ്സൽ ഗുരുവിൻ്റെ പങ്കിൽ വലിയ സംശയമുണ്ടായിരുന്നു അന്നും. ചിദംബരത്തിൻ്റെ നിലപാടതാണ്. JNU വിദ്യാർത്ഥികളോട് കാട്ടിയത് നിഷ്ഠൂരതയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. പാർലമെൻറ്റ് ആക്രമണത്തിൽ അഫ്സൽ ഗുരു ഉൾപ്പെട്ടിരുന്നോ എന്നതിൽ ഗൗരവതരമായ സംശയങ്ങളുണ്ടായിരുന്നുവെന്നും ആ കേസിലെ തീരുമാനം ഒരുപക്ഷെ ശരിയായിരുന്നില്ല എന്നും മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരം 2011 പാർലമെൻറ്റ് ആക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിൻ്റെ ദയാഹർജി 2011 UPA സർക്കാർ നിരസിക്കുമ്പോൾ ചിദംബരം കേന്ദ്രമന്ത്രിയായിരുന്നു. 2013 ഫെബ്രുവരി 9 ഗുരുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ഏതായാലും ന്യായമായിരുന്നില്ല അന്ന് ചെയ്തത് എന്ന സന്ദേഹം ചിദംബരത്തിനുണ്ട്. ഇതുതന്നെയാണ് ഉമർ ഖാലിദിനുമുള്ളത്. പക്ഷേ ഉമർ ഖാലിദ് രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കാരണത്താൽ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണ് ബാക്കി ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ, മുൻമന്ത്രി ശശി തരൂരും ഏകദേശം ഇതേ നിലവാരത്തിലുള്ള അഭിപ്രായം അന്ന് ഉന്നയിച്ചിരുന്നു. പല ആളുകളും, ഇന്ത്യയിലെ പല ബുദ്ധിജീവികളും എഴുത്തുകാരുമൊക്കെ അഫ്സൽ ഗുരുവിൻ്റെ കാര്യത്തിൽ ന്യായം ചെയ്തു എന്ന് കരുതാനാകില്ല എന്ന നിലപാട് മുൻപേ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. ചിദംബരം അതിപ്പോൾ പറയുന്നു എന്ന് മാത്രമേയുള്ളൂ. ശശി തരൂരും ഈ നിലയ്ക്കുള്ള അഭിപ്രായം മുൻപ് പ്രകടിപ്പിച്ച് കഴിഞ്ഞിരുന്നതാണ്. രോഹിത് വേമുലയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് മന്ത്രി സ്മൃതി ഇറാനി വാചാലമായി സംസാരിച്ചു. പാർലമെൻറ്റ് സമ്മേളിച്ച സാഹചര്യത്തിൽ പാർലമെൻറ്റിൽ വൈകാരികതയോടെ അവർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്നാണ് തെളിഞ്ഞത്. മലയാള മനോരമ ആ വാർത്ത തരുന്നത് കാണുക. രോഹിത് വെമുലയെപ്പറ്റി മന്ത്രി സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ നുണ പറഞ്ഞു എന്നാണ് സ്ഥാപിക്കുന്നത് മനോരമ. ആ വാർത്ത ഇങ്ങനെയാണ്: രോഹിത് വേമുലയുടെ ആത്മഹത്യ മന്ത്രി സ്മൃതി പറഞ്ഞത് കള്ളം എന്ന് സർവകലാശാല ഡോക്ടർ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വേമുലയുടെ മൃതദേഹം പരിശോധിച്ച് മരണമുറപ്പിക്കാൻ ഡോക്ടർമാരെ അനുവദിച്ചില്ല എന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ ആരോപണത്തെ ചോദ്യം ചെയ്ത് സർവകലാശാല ഡോക്ടർ. ഇത് ശരിയല്ലെന്നും 17 വൈകിട്ട് 7:20 സർവകലാശാലയിലെ സെക്യൂരിറ്റി അധികൃതർ തന്നെ വിവരമറിയിച്ചുവെന്നും ഉടൻ തന്നെ സ്ഥലത്തെത്തി രോഹിതിൻ്റെ മൃതദേഹം പരിശോധിച്ച് മരണം സ്ഥിരീകരിച്ചുവെന്നും സർവകലാശാല ചീഫ് മെഡിക്കൽ ഓഫീസർ M. രാജശ്രീ പറഞ്ഞിരിക്കുന്നു. അതായത് സ്മൃതി ഇറാനി ഇക്കാര്യത്തിൽ പറഞ്ഞത് നുണയാണ് എന്നാണ്. മറ്റൊരു കാര്യം, ദിവസങ്ങളോളം രോഹിത് വേമുല ആത്മഹത്യ ചെയ്ത് ദിവസങ്ങളോളം പോലീസിനെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല വിദ്യാർത്ഥികൾ എന്ന് സ്മൃതി ഇറാനി പാർലമെൻറ്റിൽ പറഞ്ഞു. എന്നാൽ അതേ സമയം
മരണം നടന്ന മുറിയിൽ രോഹിത് വേമുലയുടെ മൃതശരീരത്തിനൊപ്പം പോലീസുകാർ നിൽക്കുന്ന പടവും അന്നേ പ്രസ്തം ചെയ്ത പടവും നമ്മുടെ മുന്നിലുണ്ട്. രണ്ട് കാര്യങ്ങളിലും വികാരപരമായാണ് സംസാരിച്ചെങ്കിലും വികാരപരമായി നുണ പറയുകയാണ് കേന്ദ്രമന്ത്രി ഈ കാര്യത്തിൽ ചെയ്തത് എന്ന് വ്യക്തമാകുന്നു ഈ വാർത്തകളിലൂടെ. തീവ്രവാദി എന്ന് തന്നെ വിളിക്കരുതേ എന്ന് കേണപേക്ഷിക്കുന്നു സഞ്ജയ് ദത്ത്, ജയിൽ മോചിതനായ നടൻ. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവം മലയാള മനോരമ വർത്തമാനം പുറത്ത് തരുന്നു. ആരാണ് ദേശദ്രോഹി, ആരാണ് തീവ്രവാദി എന്നൊന്നും സംഘപരിവാരം ഭരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാകില്ല. ആരൊക്കെ അങ്ങനെ ആകണമെന്ന് അവർ തീരുമാനിക്കും, അങ്ങനെ അവർ വിളിക്കും, അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ തരത്തിലുള്ള ഇന്ത്യയുടെ സമകാലീന സാഹചര്യമാണ് സഞ്ജയ് ദത്തിൻ്റെ ഈ വാക്കുകളിലൂടെ വെളിവാക്കപ്പെടുന്നത്. ആ വാക്കുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. മുംബൈയിലെ സ്ഫോടന പരമ്പര കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കേസിലല്ല, ശരിക്കും പറഞ്ഞാൽ തോക്ക് സൂക്ഷിച്ചു എന്നതിൻ്റെ കാര്യത്തിൽ 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട സഞ്ജയ് ദത്ത് കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി. അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം മലയാള മനോരമ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന തരുന്നത് കാണുക. തീവ്രവാദി എന്ന് വിളിക്കരുത് എന്ന് സഞ്ജയ് ദത്ത്. ഞാൻ തീവ്രവാദിയല്ല, എൻ്റെ പേര് 1993 സ്ഫോടന കേസുമായി ചേർത്ത് പറയരുത്. ജയിൽ മോചിതനായി ബാന്ദ്രയിലെ വീട്ടിൽ തിരിച്ചെത്തിയ നടൻ സഞ്ജയ് ദത്ത് മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. രാവിലെ 8:45 പൂനെ ഏർവാഡ ജയിലിൽ നിന്നുള്ള മോചനം. ദത്ത് ആദ്യം മണ്ണിൽ തൊട്ട് വന്നിച്ചു. ജയിലിന് നേരെ തിരിഞ്ഞ് ദേശീയ പതാകയെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ദേശദ്രോഹ അവസ്ഥയിൽ നിന്ന് ദേശസ്നേഹ അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് വേണമെങ്കിൽ സംഘപരിവാരത്തിന് വിശേഷിപ്പിക്കാം. RSS ആഭിമുഖ്യത്തിൽ BJPയും സംഘപരിവാറും മോദിയും ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണ്? പാർലമെൻറ്റിൽ യെച്ചൂരി ഇതേ സംബന്ധിച്ച് പ്രസംഗത്തിനിടയിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുക. ദേശാഭിമാനി എന്ന പത്രം ആ വാർത്ത 1-ാം പേജിൽ പ്രത്യേക പ്രാധാന്യത്തോടെ യെച്ചൂരിയുടെ പ്രസംഗഭാഗം നൽകിയിരിക്കുന്നു. ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രം അടിച്ചേൽപ്പിക്കുന്നു മോദി. യെച്ചൂരി അങ്ങനെയാണ് അതിനെ കാണുന്നത്. വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഫാസിസ്റ്റ് ഹിന്ദു രാഷ്ട്രമെന്ന സംഘപരിവാർ അജണ്ട രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമമെന്ന് CPIM പാർലമെൻ്ററി പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു. വിയോജിപ്പിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ്. കേന്ദ്ര നിയമങ്ങൾ പ്രകാരം സ്ഥാപിതമായ കേന്ദ്ര സർവകലാശാലകളിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നത് സർക്കാർ അവസാനിപ്പിക്കണം. രാജ്യസഭയിൽ രോഹിത് വേമുലയുടെ ആത്മഹത്യയെക്കുറിച്ചും JNU സംഭവങ്ങളെക്കുറിച്ചും നടന്ന ഹ്രസ്വ ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു യെച്ചൂരി. സങ്കുചിത ദേശീയതയാണ് ഭരണവർഗം മുന്നോട്ട് വയ്ക്കുന്നത്. ടാഗോറും ഗാന്ധിജിയും ഉൾപ്പെടെ ഒട്ടനവധി പ്രമുഖർ നിർവചിച്ച ദേശീയത എന്ന സങ്കല്പത്തിന് തികച്ചും വിരുദ്ധമാണ് സംഘപരിവാറിൻ്റെ ഈ സങ്കുചിത ദേശീയത എന്ന് രാജ്യസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്ന കാര്യമാണ് ഇന്ന് ദേശാഭിമാനി 1-ാം പുറത്ത് തരുന്നത്. SSLC പരീക്ഷ മാർച്ച് 9 മുതൽ 28 വരെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു, ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ജന്മഭൂമി എന്ന പത്രം 1-ാം പേജിൽ പ്രത്യേക പ്രാധാന്യത്തോടെ തരുന്നത് കാണുക. പരീക്ഷ തീരുമാനിക്കുക, നടപ്പാക്കുക, നന്നായി അവസാനിപ്പിക്കുക, നന്നായി അതിൻ്റെ ഫലം പുറത്തുവിടുക തുടങ്ങിയ കാര്യങ്ങൾ അബ്ദുറബ് ഭരിക്കുന്ന കേരളത്തിലെ അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതൊന്നല്ല. എങ്കിലും ഇത്തവണ അദ്ദേഹം ഉറപ്പ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ പര്യവസാനിക്കുമെന്നാണ്. നമുക്ക് തൽക്കാലം മന്ത്രിയുടെ ഉറപ്പ് വിശ്വസിക്കാം. ഏതായാലും SSLC പരീക്ഷ മാർച്ച് 9 മുതൽ, ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 9 മുതൽ 28 വരെ നടക്കും. 4,76,373 വിദ്യാർത്ഥികൾ 2,903 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതാൻ പാകത്തിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട മാധ്യമങ്ങളും മറ്റ് തലങ്ങളിലുമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ലാവ്ലിൻ കേസ്. ആ കേസുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. കോടതിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഇതേ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് 2 ആഴ്ചകൾക്ക് മുമ്പ് കോടതി എടുത്ത നിലപാടിൽ നിന്നും ഘടകവിരുദ്ധമായ ഒരു നിലപാട് അതേ കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. ആ പൂർവാപര വിരുദ്ധ യാത്രയും കൗതുകകരമാണ്. നമുക്ക് ലാവ്ലിൻ കേസുമായി ബന്ധിപ്പിച്ച കോടതിയുടെ പുതിയ നിലപാടിലേക്ക് സഞ്ചരിക്കാം. ലാവ്ലിൻ കേസിൽ അടിയന്തര സാഹചര്യമില്ല എന്ന് ഹൈക്കോടതി.
ആ വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്ത് വരുന്നു. AM പ്രീതി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. ലാവ്ലിൻ കേസിലെ റിവിഷൻ ഹർജികൾ അടിയന്തരമായി കേൾക്കേണ്ട അസാധാരണ സാഹചര്യമില്ല എന്ന് ഹൈക്കോടതി. കോടതിയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പും ജസ്റ്റിസ് P. ഉബൈദ് നൽകി. ഈ ഹർജികൾ ഉടൻ കേൾക്കണമെന്ന് സർക്കാർ നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടെന്ന് വ്യക്തമാകുന്നില്ല. രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തിയാണ് സർക്കാർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് മറുഭാഗം ആക്ഷേപിക്കുന്നുണ്ട്. അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതിയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് കോടതി വ്യക്തമാക്കി. അടിയന്തര സാഹചര്യം ഇക്കാര്യത്തിലില്ല എന്ന് മാലോകർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, മുമ്പേ അറിയാവുന്ന കാര്യം വളരെ വൈകിയെങ്കിലും കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നൊരു പ്രയോഗമുണ്ട്. ഏതായാലും ആ പ്രയോഗം സംഗതമായിരിക്കുന്നു. വിൻസെൻ്റ് M. പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കി നിയമിക്കുന്നത് വഴി എന്ന് രാഷ്ട്രീയ കേരളം വിശദീകരിക്കുന്നു. ദേശാഭിമാനി ആ വാർത്ത പൊതുവാർത്താ പേജിൽ തരുന്നു. വിൻസെൻ്റ് M. പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാക്കുന്നു. മുൻ വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് M. പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ സർക്കാർ തീരുമാനം. സെലക്ഷൻ കമ്മിറ്റി അംഗമായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെ കടുത്ത വിയോജിപ്പ് മറികടന്നാണ് നിയമനം എന്നും ഈ വാർത്ത പറയുന്നു. അഭയക്കേസിന് ശേഷം അതേ സംബന്ധിച്ചൊരു പുതിയ വാർത്ത വർഷങ്ങൾക്ക് ശേഷം നമ്മെ തേടിയെത്തുന്നത് കാണുക. അഭയക്കേസ് അട്ടിമറിക്കാൻ ഹൈക്കോടതി ജഡ്ജി ഇടപെട്ടു എന്ന് മുൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നു. ആ വാർത്ത എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. മാതൃഭൂമി വാർത്തകൾ പുറത്ത് അതിങ്ങനെ തരുന്നു. സിസ്റ്റർ അഭയക്കേസ് അട്ടിമറിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജി നേരിട്ട് ഇടപെട്ടിരുന്നതായി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന ബേപ്പൂർ രഘുനാഥ് ആരോപിച്ചു. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇത് വെളിവാക്കിയത്. അതുപോലെ മറ്റൊരു വെളിവാക്കൽ കൂടി ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നു. മാറാട് കൂട്ടക്കൊല BJP നേതാക്കളുടെ ഒത്താശയോടെ CBI അന്വേഷണം അട്ടിമറിച്ചു എന്ന് മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം മെട്രോ വാർത്ത മാത്രം ഒന്നാം പേജിൽ തന്നിരിക്കുന്നു. KM സന്തോഷ് ആ വാർത്ത തരുന്നത് ഇങ്ങനെയാണ്. രണ്ടാം മാറാട് കൂട്ടക്കൊലയുടെ അന്വേഷണം CBIക്ക് വിടുന്നതിനെതിരെ വ്യാപക ഗൂഢാലോചന നടന്നതായി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP CM പ്രദീപ് കുമാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തൽ. CBI അന്വേഷണം വരാതിരിക്കാൻ വൻതോതിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. BJP സംസ്ഥാന നേതാക്കൾ ഈ ആവശ്യത്തിനായി സ്വാധീനിക്കപ്പെട്ടു. അന്നും അതേക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗം. റെയിൽവേ ബജറ്റ് കേരളത്തിന് ഒന്നും നൽകിയില്ല എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത പത്രങ്ങൾ ഒരേ സ്വഭാവത്തോടു കൂടിയ മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. സിറാജ് എന്ന പത്രം തരുന്നത് കാണുക. കേരളത്തിന് നിരാശ തന്നെ. ആധുനികവൽക്കരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന റെയിൽവേ ബജറ്റാണ് സുരേഷ് പ്രഭു ഇന്നലെ അവതരിപ്പിച്ചത്. പുതിയ പാതകളും ട്രെയിനുകളും ആവശ്യപ്പെട്ട് നിരവധി അപേക്ഷകൾ ലഭിച്ചെങ്കിലും അവയൊന്നും പരിഗണിച്ചിട്ടില്ല. കേരളം കാത്തിരിക്കുന്ന കുഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തറക്കല്ലിട്ടതിനപ്പുറം തുടർ നടപടിക്ക് ഇത്തവണയും ബജറ്റ് പച്ചക്കൊടി കാണിച്ചില്ല. 514 കോടി രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക. ഇതിൽ 144 കോടി രൂപ ഈ സാമ്പത്തിക വർഷം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വകയിരുത്തുമെന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അക്കാര്യം മനഃപൂർവ്വം മറന്നു. പുതിയ സോൺ, ലൈനുകൾ ഇരട്ടിപ്പിക്കൽ, ഗേജ് മാറ്റം, വൈദ്യുതീകരണം, ചെറിയ റൂട്ടുകളിൽ കൂടുതൽ മെമു സർവീസുകൾ, ചേർത്തലയിലെ വാഗൺ നിർമ്മാണ യൂണിറ്റിന് തുക അനുവദിക്കൽ, അങ്കമാലി ശബരിപാത, വൈദ്യുതീകരണം, ഓട്ടോമാറ്റിക് സിഗ്നലുകൾ, നഞ്ചൻകോടി സുൽത്താൻ ബത്തേരി പാത, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് സ്റ്റേഷനുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തൽ തുടങ്ങിയ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ പൂർണ്ണമായും കേന്ദ്രം മുഖം തിരിച്ചിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഈ പ്രസംഗത്തിൽ സിറാജ് ഉന്നയിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ത്യൻ റെയിൽവേയെ ഒരു ആധുനിക യാത്രാവിധമാക്കി മാറ്റാനാണ് റെയിൽ മന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ ശ്രമം. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഒരു കാർട്ടൂണിൽ തെളിയുന്നത് ഇങ്ങനെയാണ്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് നാം കാണുന്നത്. ഈ കാർട്ടൂൺ കാണുക. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് നാം കാണുന്നത്. അവിടെ ഒരു പോർട്ടറെ മുൻനിർത്തി ഒരു കുടുംബം യാത്ര ചെയ്യുന്നത് കാണുക. വലിയ ഭാരം തലയിലേറ്റുമ്പോഴും പോർട്ടർ സന്തുഷ്ടനാണ്. കാരണം ഇനിയെ അയാളെ കൂലി എന്ന് വിളിക്കില്ല, മറിച്ച് സഹായക് എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. പൗരാണികതകൾ പുനർനിർമ്മിക്കുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. പത്മതീർത്ഥക്കരയിലെ കൽമണ്ഡപം പൊളിച്ചു, പുതുക്കിപ്പണിയുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു.
നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് പഴയ കൽമണ്ഡപത്തിൻ്റെ ദൃശ്യമാണ്. ഇനി ഓർമ്മയിലും പഴയ ചിത്രങ്ങളിലും മാത്രം അവശേഷിക്കുന്ന ഈ ചിത്രം ഇന്ന് മെട്രോ മനോരമയാണ് നമുക്ക് തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.